നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കാതിരുന്നവർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നു. കൈകളിലേക്ക് തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും അവസാന ഘട്ടത്തിലാണ്. ഇനി ആനുകൂല്യം ലഭിക്കാനുള്ളത് കേന്ദ്ര വിഹിതം വാങ്ങുന്നവർക്കാണ്. 200, 300, 500 എന്നിങ്ങനെ ചിലർക്ക് ലഭിക്കാനുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ ആഴ്ച തന്നെ ആനുകൂല്യം എത്തിച്ചേരും. നിലവിൽ കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്ക്, അതായത് കേന്ദ്ര വിഹിതം ഇനി ലഭിക്കാനുള്ളവർക്ക് അത് ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്യും. പ്രത്യേകിച്ച് കേന്ദ്ര വിഹിതം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആധാറുമായിട്ട് അക്കൗണ്ട് സീഡായിട്ടുണ്ടാവണം. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ആധാർ സീഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി ചെയ്താണ് ഇത്തരത്തിൽ അക്കൗണ്ട് ആക്റ്റീവായി മാറുന്നത്. ഗുണഭോക്താവിൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ടാണ് ആധാറുമായിട്ട് സീഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുക. അങ്ങനെ അക്കൗണ്ട് സീഡ് ആയിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ധനസഹായം പെൻഡിങ് ആവും. തുടർച്ചയായിട്ട് പെൻഡിങ് ആകുന്നവർ അതിൻ്റെ കാരണം കണ്ടെത്തുക ഉൾപ്പെടെ വേണം. നമുക്ക് നമ്മുടെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കാം. തുക മുടങ്ങുന്നവർ മാത്രം ഈ രീതിയിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചില സബ്സിഡി സ്കീമുകളുടെ ആനുകൂല്യമൊക്കെ ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണ്. ആധാർ നമ്പർ കൊടുത്താൽ മതി, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആധാറുമായിട്ട് ഒരു അക്കൗണ്ട് സീഡായിട്ടുണ്ടാകും ഗുണഭോക്താവിൻ്റെ. ആ അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തുന്ന രീതിയാണിത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംവിധാനം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണമെന്ന് നമ്മൾ പറയാറുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ആനുകൂല്യം മുടങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ പഞ്ചായത്തുമായിട്ട് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഇനി അത് മാത്രമല്ല, പഴയ പെൻഷൻ ഗുണഭോക്താക്കളിൽ മൊബൈൽ നമ്പർ ഇതുവരെ ചേർത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ നിലവിൽ മൊബൈൽ നമ്പർ മുൻപുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് നിർജീവമായി മാറിയിട്ടുള്ള, ആക്റ്റീവ് അല്ലാത്ത അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതാണ്. ഗുണഭോക്താക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിശോധനകളുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർക്ക് വിളിക്കാനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഡേറ്റയിലേക്ക് ഇത് കൃത്യമായിട്ട് ആഡ് ചെയ്യാനൊക്കെയാണ് ഇപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേഷൻ പറയുന്നത്. മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാത്തവരുടെ ലിസ്റ്റ് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് വാർഡ് മെമ്പർ മുഖാന്തരമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ലാത്തവർ പുതിയ മൊബൈൽ നമ്പർ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാറായി. ആനുകൂല്യം വാങ്ങിയിട്ടില്ലാത്തവർ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുക. ഓണക്കാലം അടുത്ത് വരികയാണ്. അരിക്ക് നിലവിൽ ഇപ്പോൾ തന്നെ വില കുതിച്ചുയരുന്ന സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിപണിയിൽ വലിയൊരു വിലക്കയറ്റം ഉണ്ടാവാതെ ഇതിനെല്ലാം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത മാസങ്ങളിൽ സപ്ലൈകോ വഴിയൊക്കെ അതായത് സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. റേഷൻ കടകൾ വഴിയുള്ള അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി നമുക്ക് ലഭിക്കുന്ന പ്രതിമാസ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ വിഹിതമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഇപ്പോൾ സപ്ലൈകോയിൽ സ്റ്റോക്കുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപകരിക്കുന്നതെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും സപ്ലൈകോയിൽ ലഭ്യമാണ്. അത് കോംബോ പാക്കുകളായിട്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലെല്ലാം ഇത്തരത്തിൽ നോൺ സബ്സിഡി ഐറ്റംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SBI ഫൗണ്ടേഷൻ്റെ ആശാ സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതിനുശേഷം UG PG കോഴ്സുകൾ ചെയ്യുന്നവർക്ക്, MBBS അല്ലെങ്കിൽ MBA കോഴ്സുകൾ ചെയ്യുന്നവർക്ക്, അതോടൊപ്പം തന്നെ IIT-കളിൽ പഠിക്കുന്നവർക്ക്, വിദേശത്ത് വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത് പഠനം ആരംഭിച്ചവർക്ക്, ഈ രീതിയിലെല്ലാം വിവിധ മേഖലകളിലാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. 100 കോടി രൂപയ്ക്ക് മുകളിലാണ് വകയിരുത്തിയിട്ടുള്ളത്. 25,000 പേർക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. റേഷൻ കാർഡ് വ്യത്യാസങ്ങളില്ല. അർഹതപ്പെട്ട എല്ലാവർക്കും മാർക്കിൻ്റെയും വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾക്കും കുടുംബ വാർഷിക വരുമാനം കുറഞ്ഞവർക്കും അങ്ങനെ പ്രത്യേക പരിഗണന നൽകിയാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. അപേക്ഷ വയ്ക്കുന്ന എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കണമെന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ അർഹതാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവർ തീർച്ചയായിട്ടും അപേക്ഷകൾ വയ്ക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അതെല്ലാം പൂർത്തിയായിട്ടായിരിക്കും ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യമെമ്പാടും നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും നിശ്ചിത അനുപാതത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.